കാണാൻ പോവുകയാണ്. സ്കിറ്റുമായിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്താൻ പോകുന്ന ടീമിന്റെ പേരാണ് കോമഡി മേക്കേഴ്സ്. ആരാണ് ക്ലാസ്സിൽ ഇരുന്ന് വിസിലടിച്ചത്? ഇങ്ങനെ വിസിലടിച്ച ആരാണെന്ന് ഞാൻ ചോദിച്ചത്. സാറേ അങ്ങനെയല്ല വിസിലടിച്ചേ. ഇങ്ങനെയല്ല വിസിലടിച്ചേ. അങ്ങനെയല്ലല്ലേ, ഇങ്ങനെ വിസിലടിച്ച ആരാണെന്നാണ് ഞാൻ ചോദിച്ചത്. ക്ലാസ്സിൽ പഠിക്കാൻ വന്നാൽ പഠിക്കാൻ പറയണം, അല്ലാതെ വിസിലടിക്കാനാണെന്നല്ല ഞാൻ സമ്മതിക്കത്തില്ല. ആരാണെന്ന് സത്യം പറയണം. സാറേ ഇങ്ങനെ അടിച്ചേ, മറ്റേ പാട്ടിന് അടിച്ച ആള് ഇന്ന് വന്നില്ല. വന്നില്ലേ? ആഹാ, അപ്പൊ ഇങ്ങനെ അടിച്ച ആള് വന്നില്ല. അങ്ങനെ അടിച്ച ആള് വന്നിട്ടില്ല. വരുവാണെന്നുണ്ടെങ്കിൽ എന്നെ കണ്ടിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി എന്ന് പറഞ്ഞേക്കണം കേട്ടോ. ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടാന്നേ. എന്നിട്ട് വന്നില്ല അന്ന്. മണി 11 പിള്ളേരാണെന്നുണ്ടെങ്കിൽ 9:30 മണിയായപ്പോ തന്നെ വന്ന് ക്ലാസ്സിലിരുന്ന് 10 മണിക്ക് ക്ലാസ് തുടങ്ങേണ്ടതാ. ഒറ്റ സാറന്മാര് പോലും ഇങ്ങോട്ട് വന്നിട്ടില്ല. ഞാൻ സമയത്തിനല്ലേ വന്നത്. നീ ഇവിടുത്തെ സാറല്ലല്ലോ, പിയൂണല്ലേ? സാർ എത്ര വരെ പഠിച്ചിട്ടുണ്ട്? ഞാൻ 8-9 വരെയൊക്കെ പഠിച്ചിട്ടുണ്ട്. ഞാൻ MA LLB അറിയാമോ? ഇവിടെ MA LLB എന്ന് പറഞ്ഞിട്ട് വിദ്യാഭ്യാസം ഉണ്ടിട്ട് ഇന്നത്തെ കാലത്ത് ഒരു കാര്യമില്ല. കയ്യിൽ ചൊള വേണം. അതുകൊണ്ടാണ് ഞാൻ ഈ ട്യൂട്ടോറിയൽ കോളേജ് ഇവിടെ തുടങ്ങിയത്. മനസ്സിലായോ? ഈ 9 വരെ പഠിച്ച ഞാൻ ഇപ്പൊ ഇവിടുത്തെ പ്രിൻസിപ്പാളും MA B.Ed വരെ പഠിച്ച നീ ഇവിടുത്തെ തൂപ്പുകാരനും തുടപ്പുകാരനും പിയൂണും. ഇവരല്ലെങ്കിലും ബുദ്ധിയില്ലാന്ന് ഇപ്പൊ മനസ്സിലായി. അതാ പറഞ്ഞത്. സംഗതി വിദ്യാഭ്യാസത്തിൽ ഒരു കാര്യമില്ല. വന്നല്ല വനമാല. പിന്നെ നട്ടിച്ചക്കാനല്ലോ ഗുഡ് മോർണിംഗ്. സമയം എത്രയാണെന്ന് അറിയാമോ? 11:30 മണിയായി. 10 മണിക്ക് ക്ലാസ് തുടങ്ങേണ്ടതാ. 9:30 മണിയായപ്പോൾ തന്നെ പഠിക്കേണ്ട വിദ്യാർത്ഥികൾ ഇവിടെ വന്ന് നിൽക്കുക. ഒറ്റ ഒരുത്തൻ ഇങ്ങോട്ട് വന്നിട്ടില്ല. എൻ്റെ പൊന്നു ടീച്ചറെ, വരാൻ വൈകുമെന്നുണ്ടെങ്കിൽ ഒന്ന് വിളിച്ച് പറയണം. അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കുമ്പോൾ ഫോൺ എടുക്കണം. ഇത് ബെല്ലടിക്കും കട്ട് ചെയ്യും, ബെല്ലടിക്കും കട്ട് ചെയ്യും. ഇന്നലെ രാത്രി തന്നെ ഒരു 10-12 മണിയായപ്പോൾ എനിക്ക് എന്തോ ഒരു അത്യാവശ്യം വന്നപ്പോൾ ടീച്ചറെ വിളിച്ചതാ. അപ്പോഴും ബെല്ലടിച്ച് കട്ട് ചെയ്ത് കളഞ്ഞു. അത് നേരെ സാറേ. അതെ, ഈ 12 മണി കഴിഞ്ഞാലുണ്ടല്ലോ ചില അലവലാദികള് ഈ മിസ് കോളും മെസ്സേജും ഒക്കെ ആയിട്ട് ഇവന്മാരുടെ തലയിലൊന്നും ഇടുത്തി ദൈവമേ, ഞാൻ അത് ആലോചിക്കുന്നു. അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അല്ല പോട്ടെ, ഇന്ന് രാവിലെ അല്ലേ വിളിച്ചിട്ടില്ല കട്ട് ചെയ്ത് കളഞ്ഞത്? സാറേ ഈ ഫോൺ കണ്ടോ? ഇതിലൊന്നും അങ്ങോട്ട് വിളിച്ചാൽ കേൾക്കൂലേ, ഇങ്ങോട്ട് വിളിച്ചാലും കേൾക്കില്ല. പിന്നെ എന്റെ ഹസ്ബൻഡ് ഗൾഫിലാന്ന് സാറിന് അറിയാലോ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ആപ്പിളോ ബ്ലാക്ക്ബെറിയോ, പക്ഷെ ആളെ ഇതുവരെ വാങ്ങിച്ചു തന്നിട്ടില്ലെന്നേ. അയ്യോ, സീസൺ അല്ലാത്തതുകൊണ്ടായിരിക്കും പുള്ളി മേടിച്ചു തരാത്തത്. ഞാനൊരു കാര്യം ചെയ്യാം, 1 കിലോ ഓറഞ്ച് മേടിച്ചു തരാം ടീച്ചർ, അതുകൊണ്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. അയ്യോടാ. അതെ, എന്താ വല്ലതും നടക്കുമോ? അപ്പൊ ഈ പിള്ളേര് ഇവിടെ വന്നിട്ടുണ്ട്, അവരെ പഠിപ്പിക്കണം. മനസ്സിലായില്ലേ? ശരി. ഗുഡ് മോർണിംഗ്. വന്നല്ലോ, ഓരോരുത്തർ വന്നു. എടോ മണി 11 ഇപ്പോഴാണ് എഴുന്നള്ളുന്നത്. അതിനെന്നാ കുഴപ്പം? അതിനല്ല കുഴപ്പമൊന്നോ? എന്റെ സാറേ, എനിക്ക് 3-4 മൂട് റബ്ബർ രാവിലെ വെട്ടാനുണ്ട്. അത് കഴിഞ്ഞിട്ട് എനിക്ക് വരാൻ പറ്റത്തുള്ളൂ ഞാൻ പറഞ്ഞിട്ടുള്ളതാ. എടോ അതൊക്കെ രാവിലെ എഴുന്നേറ്റ് വെട്ടണം. 600 ഗുണവായല്ലോ ശമ്പളമായിട്ട് തരുന്നത്. അത് തന്നിട്ട് തന്നെ 3 മാസമായി. ഞാൻ തരാം. ഇങ്ങനെ പഠിപ്പിക്കാൻ പറ്റത്തില്ല. ഈ കോളേജിൽ ഉത്തരവാദിത്തമുള്ള ഒറ്റ ഒരു മാഷ് മാത്രമേ ഉള്ളൂ, സതീശൻ മാഷ്. രാവിലെ 9:30 മണിക്ക് വന്നിട്ട് നേരെ ക്ലാസ് പഠിക്കാൻ വേണ്ടി പിള്ളേരുടെ അടുത്ത് പോയേക്കുവാ. ഇന്നേ വരെ ഇപ്പൊ 2 പീരീഡ് കഴിഞ്ഞ് വെള്ളം കുടിക്കാൻ പോലും പുള്ളിക്കാരൻ ഇങ്ങോട്ട് വന്നിട്ടില്ല. ക്ലാസ് എടുക്കുവാന്നാ സാറിന്റെ വിചാരം? ഇല്ലല്ലാതെ. ഞാൻ ആ ക്ലാസിന്റെ മുന്നിൽ കൂടെ ഇങ്ങോട്ട് വന്നത് കണ്ടില്ലായിരുന്നു. കണ്ടു. ഒരു കണക്കെട്ട് കൊടുത്തിട്ട് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല. പിള്ളേർ പിടിച്ച് പൂട്ടിയിട്ടേക്കുവാ. പിന്നെ തനിക്ക് തുറന്നുവിടായിരുന്നില്ലേ? എന്നിട്ട് വേണം എന്നെ പിടിച്ച് പൂട്ടിയിടാൻ. എന്നാ ചെയ്യണോ ഇപ്പൊ? ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യും, 4 മണിയാകുമ്പോൾ ക്ലാസ് വിടുമല്ലോ, പിള്ളേർ ഇറങ്ങി പോകുമ്പോ ഇങ്ങനെ പോന്നോളൂ. മതിയല്ലേ? നമ്മൾ ഇടപെടാതിരിക്കുന്ന നല്ലത്. ഇന്നലെ അനൗൺസ്മെന്റ് കേട്ടായിരുന്നോ? പിന്നെ ഇവിടുത്തെ അനൗൺസ്മെന്റ് ഞാൻ കേട്ടായിരുന്നു. ഞാൻ ഈ കോളേജ് ഒന്ന് ഡെവലപ്പ് ചെയ്യാന്ന് വിചാരിച്ചു. യോഗ തോൽവിയായിരുന്നു അനൗൺസ്മെന്റ് കേട്ടോ. അനൗൺസ്മെന്റ് ചെയ്തു. ആരാ എഴുതി കൊടുത്താരാ? സാറ് എഴുതി കൊടുത്ത ഞാനാ. സാറിന്റെ കൈയക്ഷരത്തിലാണ് എഴുതി തന്നത്. ഞാൻ അനൗൺസ്മെന്റ് ചെയ്ത ആ രീതിയിൽ ഞാൻ ഒന്ന് വായിക്കാം. പ്രിയമുള്ള നാട്ടുകാരെ, കഴിഞ്ഞ തവണ 100% വിജയം കരസ്ഥമാക്കിയ നിരവധി A+ നേടിയ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസ് എടുക്കുന്ന മാതാപിതാക്കളുടെ വിശ്വസ്ത സ്ഥാപനമായ പ്രതിഭ കോളേജിന്റെ എതിർവശമായി നാരായൺ കോളേജ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നമ്മുടെ കോളേജിന്റെ പേരെന്തോ?
നാരായൺ കോളേജ്. ഇപ്പൊ ഇത് പ്രതിഭാ കോളേജിന്റെ അനൗൺസ്മെന്റ് കൊണ്ടിരിക്കുന്നല്ലോ. അതാണ് എന്റെ ബിസിനസ് ട്രിക്ക്. ചേട്ടാ, നമ്മൾ നാരായൺ കോളേജ് എന്ന് പറഞ്ഞാൽ ആൾക്കാർക്കൊന്നും പെട്ടെന്ന് മനസ്സിലാവില്ല. അതായത് അറിയപ്പെടുന്ന എന്തെങ്കിലും സ്ഥാപനത്തിന്റെ പേര് പറഞ്ഞാലേ നാട്ടുകാർ അറിയപ്പെടുള്ളൂ. ഉദാഹരണം എനിക്ക് മനസ്സിലായില്ല. അതായിരുന്നത് എന്റെ വീട് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് അറിയില്ലല്ലോ. എനിക്കും അറിയത്തില്ലല്ലോ. പക്ഷെ ബിവറേജിൽ അവിടെ നിന്ന് 4ാമത്തെ വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിവറേജിൽ ഒഴിച്ചു കൊടുക്കാൻ നിൽക്കണം, വീട് കൊണ്ടു കാണിച്ചു കൊടുക്കും എന്റെ വീട്. ഞാനും അങ്ങനെ തന്നെ വന്നത്. അതാണ് അതിന്റെ ട്രിക്ക്. ആ ടെക്നിക്ക് കൊള്ളാം. മകൾ മേയുന്ന തിരുമുറ്റത്തൊരു കോടി നിൽക്കുന്നൊരാ നെല്ലി മരമൊന്നുലുത്തുവാൻ മോഹം, മരമൊന്നുലുത്തുവാൻ മോഹം. സാറേ ഗുഡ് മോർണിംഗ്. 4 വർഷമായിട്ട് ഈ കോളേജിൽ പഠിക്കുക. അതെ. ഇപ്പോഴും ഇവന് ഈ തിരുമുറ്റത്തുനിന്ന് അങ്ങോട്ട് പോകണമെന്നില്ല, ഈ ബെഞ്ചാ തന്നെ ഇരിക്കണമെന്നാ. അതിലൂടെ മരം കയറി കൊടുക്കണമെന്ന്. ചുമ്മാതല്ലടാ ഈ 4 വർഷമായിട്ട് ഇവിടെ തന്നെ നീ പഠിക്കുന്നത്. അവിടത്തൊക്കെ വരച്ചു വെച്ചേക്കുന്നത് പുതിയ സ്റ്റൈലല്ലേ, എങ്ങനെയുണ്ട്, കൊള്ളാമോ? എടാ, ഈ വരമ്പ് വെട്ടി വെക്കുന്ന സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ 4 അക്ഷരം പഠിച്ചാൽ പഠിച്ച് കയറി പോകത്തില്ല. അയ്യോ, ഇത് വരമ്പ് പൊട്ടി വെച്ചേക്കണല്ല, ഇത് ഞങ്ങളുടെ പുതിയ പിള്ളേരുടെ സെറ്റിന്റെ ഇതാണ്, യോയോ ന്യൂ ജനറേഷൻ ഫ്രീക്ക്. പിള്ളാരി ചെറ്റ് 10-48 വയസ്സായി പറഞ്ഞു വരുന്നത് ഇവനെ ഞാൻ ചേർക്കാന്ന് വിളിച്ചു. അത്ര പ്രായമുണ്ട്, അവൻ പിള്ളാരി ചെറ്റാന്ന്. അല്ല ഫ്രീക്ക്, ഇവരെ കൊണ്ട് കുറെ ഗുണങ്ങളുണ്ട് കേട്ടോ. ഇവന് അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ തൊഴേണ്ട കാര്യമില്ല. എന്നാ സാറേ മുടി ഇങ്ങനെ തൊഴുതല്ലേ നിൽക്കുന്നത്. എടാ വല്ലതും പഠിക്കണ്ടായോടാ, പഠിച്ചിട്ട് വരണം. സാറേ ഞാൻ കംപ്ലീറ്റ് പഠിച്ചു വെച്ചേക്കുമല്ലേ, ഫുള്ള് തീർന്നു, എന്റെ റിവിഷൻ എല്ലാം കഴിഞ്ഞു. മറ്റന്നാള് പരീക്ഷയായിട്ട് ഇയാൾ മൊത്തം പഠിച്ചു വെച്ചിരിക്കുമല്ലേ. മിനിഞ്ഞാന്ന് പഠിപ്പിച്ച ഒരു ചോദ്യം ചോദിച്ചാൽ ഇയാൾ ഉത്തരം പറയുമോ? പറയും. സാർ ചോദിക്കും, ഞാൻ പറയും. ഒറ്റ മിനിറ്റ്. എടാ, നമ്മുടെ കോളേജ് ഒന്ന് ഡെവലപ്പ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നിന്നെ കഴിയുന്ന എന്തെങ്കിലും കുറച്ച് പിള്ളേരെ കൂടെ നമുക്ക് എങ്ങനെയെങ്കിലും അടുപ്പിക്കണം. അതടുപ്പിക്കാം. അതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു പരിപാടി നീ ചെയ്താൽ പറ്റും. എനിക്ക് ബുദ്ധിയും ശക്തിയും വിവരവും കൂടുതലാണല്ലോ. അതിലുപരി രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടലുകൾക്കും എനിക്ക് സാധിക്കും. എനിക്കറിയാം അല്ലേ? അപ്പൊ ഞാനൊന്ന് പോയി റെഡിയാക്കിയിട്ട് വരാം. നല്ല രീതിയിൽ കുറച്ച് പിള്ളേരെ നമുക്ക് അഡ്മിഷൻ ആരംഭിക്കുന്നു. മറ്റല്ലേ, ഞാനൊന്ന് ശരിയാക്കിട്ട് ഓക്കെ പോയിട്ട് വാ. മണി പോലെ ഉത്തരം പറയും. മിനിഞ്ഞാന്ന് ചോദിച്ച ഒരു ചോദ്യത്തിന്റെ ഉത്തരം ഇയാളങ്ങ് പറഞ്ഞാൽ മതി. ചോദിക്കും. വൈദ്യുതിയുടെ പിതാവ് എന്ന നാമധേയത്തിൽ അറിയപ്പെടുന്നത് ആരെ? പറ. എൻ മണി. എടാ, ഇത് വൈദ്യുത മന്ത്രിയാണ്. എടാ, വൈദ്യുതിയുടെ പിതാവ് എന്ന നാമധേയത്തിൽ അറിയപ്പെടുന്ന ആരാന്ന്? എന്നാണ്ടോ അറിയാറുണ്ടോ? അല്ല, ഞാൻ ആലോചിച്ചു. സത്യം പറഞ്ഞ ആരെയാണ് അറിയാൻ പാടില്ല. എല്ലാം പഠിച്ച് റിവിഷൻ തീർത്തു വെച്ചിരിക്കുക. സാറേ ഇവനെ എന്തോ ചെയ്യണ്ടേ പറഞ്ഞു കൊടുക്കുക. അയ്യോ, ഒന്നും ചെയ്യല്ല. വല്ല നീ നാളെ വരുമ്പോ പിതാവിനെ വിളിച്ചോണ്ട് വന്നാ മതി. ആരുടെ വൈദ്യുതിയുടെയോ? നിന്റെ പിതാവിനെ വിളിച്ചിട്ട് ക്ലാസ്സിൽ കയറിയാ മതി. വേണ്ട സാറേ, എനിക്ക് കുറച്ച് സംശയമുണ്ട്. ഞങ്ങളെ സംശയമാണെന്നോ? നിങ്ങളെ സംശയിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മളെ സംശയം അത് ഇവിടുത്തെ മയിൽക്കുട്ടികൾക്ക് പോലും അറിയാവുന്ന സത്യമല്ലേ. സാറേ, എന്റെ സംശയം എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ സംശയം കേട്ടോ സാറേ. മലയാളത്തിൽ എനിക്ക് ഭയങ്കര സംശയം. മലയാളത്തിൽ എന്ത് സംശയം ഉണ്ടെങ്കിലും ഇദ്ദേഹത്തോട് ചോദിച്ചാൽ മതി. മലയാള അധ്യാപകനാണ്, എല്ലാം ക്ലിയർ ചെയ്ത് തരും. മലയാള അധ്യാപകൻ പറഞ്ഞുതരാം. സാറേ, ഈ വീണ പൂവിനെ കുറിച്ചാണ് എനിക്ക് സംശയം. വീണത് പൂവാന്നോ കായാന്നോ നിന്റെ സംശയം? അല്ലെന്ന്, ഈ കുമാരനാശന്റെ വീണ. കുമാരനാശന്റെ വീണയോ? വീണ പൂവ്. സിമ്പിൾ ക്വസ്റ്റ്യൻ. കുമാരനാശന്റെ വീണപൂവിൽ പറഞ്ഞത് ഹാ പുഷ്പമേ അധിക തുങ്ക പദത്തിൽ എത്ര, അതായത് അല്ലയോ പുഷ്പമേ. സാറേ, ഇതെനിക്കറിയാം. അത് കഴിഞ്ഞിട്ട് വരുന്ന 4 ലൈൻ അത് പറഞ്ഞ. ആ പുഷ്പമേ വേണ്ട, അത് വേണ്ട, അതെനിക്കറിയാം. 4 വരി ഒരുമാതിരി പഠിച്ചൊപ്പിച്ച് വെച്ചിരിക്കുവായിരുന്നു. എന്നാ മറ്റേ 4 വരി അങ്ങനെ പറഞ്ഞു കൊടുക്കും. എന്നതാ? അല്ല, ഈ ആദ്യത്തെ 4 വരിയേ വരത്തുള്ളൂ, രണ്ടാമത്തെ 4 വരി വരത്തില്ല. അയ്യോടാ, ആരാ പറഞ്ഞേ? ഞങ്ങളുടെ സിസിലി പറഞ്ഞല്ലോ ഇത് പരീക്ഷയ്ക്ക് വരുമെന്ന്. ഏത് സിസിലി? ഞങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന സിസിലി. അവള് പറഞ്ഞ അച്ചിട്ടാ വരും. അച്ചിട്ടാന്ന് നിനക്കറിയാം. അവളെ നാക്ക് കരിനാക്ക വരും. എടാ, ഒരു കാര്യം ഞാൻ നിന്നോട് പറയാം. ഈ കോളേജിൽ ഒറ്റ ഒരു പെണ്ണേ ഉള്ളു, സിസിലി. അവളെ നീ വഴിതെറ്റിക്കരുത് കേട്ടോ, പറഞ്ഞേക്കാം. ഞങ്ങൾ അവളെ പൊന്നോലി അല്ലേ സാറേ നോക്കുന്നത്. നീ പൊന്നോലെ നോക്കിക്കൊണ്ടേ പണയമ്മക്കായിരുന്നോ. ഇത് പറഞ്ഞു തന്നിട്ട് പോ. ഇവൻ വിടത്തില്ലല്ലോ. കുമാരനാശാന്റെ വീണ രണ്ടാമത്തെ വരി എന്തോ പറഞ്ഞു കൊടുത്തേ? അൻപുടി ശൈശവത്തി. അങ്ങനെ അല്ലേ? ഒരു പിടുത്തം കിട്ടുന്നില്ല, ഞാൻ കൺഫ്യൂഷനാ. അതായത് ഹാ പുഷ്പമേ അധിക തുങ്ക അല്ലയോ പുഷ്പമേ. എന്റെ പൊന്നു പുഷ്പമേ, ഇതെനിക്കറിയാം. അത് കഴിഞ്ഞിട്ടുള്ള അതും പറഞ്ഞതാ. ഞാനൊന്ന് ജയിക്കട്ടെ. ലാളിച്ചു പെറ്റില്ല അൻപുടി ശൈശവത്തി. അങ്ങനെ അല്ലേ? വിളിച്ചായിരുന്നു സാറേ.
ഞാനൊന്നും പിടിച്ചില്ല. അല്ലാത്തപ്പോ ഇങ്ങനെ കിണുകിടാന്ന് വിളിക്കല്ലോ, ഒരു അപകടം വരുമ്പോൾ രക്ഷിക്കാൻ അറിയത്തില്ലല്ലേ? അല്ല ഒന്നുമില്ല. സാറേ ആ ഒന്ന് പറഞ്ഞു താന്നേ. അല്ല അയ്യോ ഭയങ്കര ദാഹം. ഇച്ചിരി വെള്ളം എടുത്തു. കുടിക്കുന്നില്ലേ? കുടിക്കുന്നില്ലേ? വെള്ളം കുടിച്ചോണ്ടിരിക്കുക, പിന്നെ എന്തിനാ കുടിക്കുന്നല്ലേ? അർത്ഥം ഞാൻ പറഞ്ഞുതരാം. സാറേ ഒന്ന് പറഞ്ഞു തന്നെ. ഒന്നുകൂടെ പറഞ്ഞേ. ലാളിച്ചു പെറ്റുലതാൻപുടു ശൈശവത്തിൽ. അത്രേ ഉള്ളൂ. അത് നിസ്സാര അർത്ഥമല്ലോ, ഞാൻ പറഞ്ഞുതരാം. ലാളിച്ചു എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞ? ഇപ്പൊ ലാളിച്ചെന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണ എടുത്ത് ചീനിച്ചട്ടിയിട്ട് ഇഞ്ചി കുരുമുളക് സബോള എല്ലാം കൂടി ഇട്ട് ഇളക്കി കുട്ടുന്നതല്ലേ ലാളിച്ചു. എടാ കിഴങ്ങ, അത് താളിച്ചു. അത് ലാളിച്ചു എന്ന് പറഞ്ഞാൽ എന്തോ സാറേ? അത് കൊഞ്ചിച്ചു. പിള്ളേരൊക്കെ ഇങ്ങനെ കൊഞ്ചിക്കത്തില്ല. ഓ അതിനാണ് അങ്ങനെ പറയുന്നത്. അപ്പൊ അടുത്ത വരി എന്തോ? പെറ്റുലത. ആര് പെറ്റു? പറ. ആ ലാളിച്ചു പെറ്റു ലത. അതായത് കൊഞ്ചിച്ചു വളർത്തിയ ലത പെറ്റു. ആ ബാക്കി അൻപുടു. അൻപുടു. ആ പുല്ലവരോട് മാറി. എന്തുവാ സാറേ? അൻപുടിനെ കുടുംബം വെക്കാനുള്ള എന്റെ ടേബിള്. ആ എന്നാ അവിടെ മാറിയിക്കട്ടെ. ബാക്കി പറ. ശൈശവത്തിൽ. ആ ശൈശവത്തിൽ, അതായത് കൊച്ചിലെ എന്ന് പറഞ്ഞാൽ ലാളിച്ചു വളർത്തിയ ലത ശൈശവത്തിലെ പെറ്റു. കാരണക്കാരനാരാ? ആരാ? കാരണക്കാരനാരാ? ആരാ? മുമ്പ് നമ്മളെ മാറ്റിയിരുത്തില്ലയോ? ആര്? അൻപുടു. അമ്പടോ. ആ അവനാണ് എന്റെ കാരണക്കാരൻ. ആണോ? അത്രേ ഉള്ളൂ, ചെറിയ ചെറിയ അർത്ഥങ്ങളല്ല അത്രേ ഉള്ളൂ. സാർ എനിക്കൊരു വേറൊരു സംശയമുണ്ട്. ആ നിർത്തിക്കേ. ഇനി സംശയം ഒന്നും വേണ്ട, നീ വീട്ടിൽ പോയിരുന്നു പഠിച്ചാൽ മതി. അപ്പൊ നിങ്ങൾ എനിക്ക് ഫുൾ മാർക്ക് മേടിക്കാൻ സമ്മതിക്കില്ല അല്ലേ? അയ്യോ ഫുൾ മാർക്ക് മേടിക്കുന്ന ഒരാള് കഴിഞ്ഞ പ്രാവശ്യം 8 മാർക്ക് അല്ലയോ മേടിച്ചത്? അതെ. ആ ഈ പ്രാവശ്യം 1 മാർക്ക് കൂടെ മേടിച്ചാൽ മതി. എന്ത്? 9. അല്ല 9 മാർക്കായാലും മേടിക്കണമെന്ന്. നീ വിട്ടുപോയേ. ഓ അതെ പക്ഷേ ആ ഇപ്പൊ അവനോട് പറഞ്ഞ ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു കൊടുത്തില്ലേ? എനിക്കും ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ലാളിച്ചു പറ്റു. അതെ അതെ. കാരണം എന്താ ഡൗട്ട്? ശരിക്കും ഈ അൻപുട് തന്നെയാണോ മറ്റേ ലതയുടെ? ഓ സമ്മതിക്കണം ഹെഡ് മാസ്റ്ററെ, സമ്മതിക്കണം. നിങ്ങൾ ഇത്ര ചോദ്യം ചോദിക്കുമെന്ന് ഞാൻ പക്ഷേ ഓർത്തില്ല. 2 കുപ്പി കള്ളും ഇച്ചിരി കപ്പ ഇച്ചിരി ഇറച്ചി കൂടി കിട്ടും. ആ 2 കുപ്പി കള്ളു ഇച്ചിരി കപ്പ ഇച്ചിരി അച്ചിങ്ങ. ഇതെന്തുവായി കാണിക്കുന്നത്? ഇത് ട്യൂട്ടോറിയൽ കോളേജാ. ഇയാൾ എന്തോന്നും പറഞ്ഞേ പറയുന്നത്? അയ്യോ ഇത് കോളേജായിരുന്നു. ആ. എനിക്ക് എന്റെ പൊന്ന്, ഞാൻ ഷാപ്പാന്തോർത്ത് വന്ന് കേറിയതാ. മനസ്സിലായോ? ആ ഇപ്പൊ നേരത്തെ ഓടിച്ചിട്ട് പോയില്ല അൻപുടു. ആ അൻപുടൂര് അച്ഛനാ. സുരേഷിന്റെ അച്ഛനോ? ആ അത് ശരി. വിട്ടിരുന്നേ. ഇയാളെ ഇങ്ങനെ തപ്പി നടക്കുവായിരുന്നു. സാറേ ഫീസിന്റെ കാര്യം ചോദിക്കാം. തന്നെ ഞാൻ അന്വേഷിച്ച് നടക്കുമായിരുന്നു. ഇട്ടല്ലേ? തന്റെ മകനോടെ പഠിക്കുന്നുണ്ടല്ലോ, ഉണ്ട്. അവന് ഫീസ് തന്നിട്ട് 3 മാസമായി, ഇതുവരെ ഫീസ് തന്നിട്ടില്ല. അയ്യോ അത് എന്റെ കുഴപ്പമല്ല, അത് നിങ്ങളുടെ കുഴപ്പമാ. ഞങ്ങളുടെ കുഴപ്പം. പിന്നെ അതെങ്ങനെ? ഒന്നെങ്കിൽ നിങ്ങളുടെ ഈ കോളേജിന്റെ പലകമറ എടുത്ത് മാറ്റണം, അല്ലെങ്കിൽ ആ ഷാപ്പിന്റെ പലകമറ എടുത്ത് മാറ്റണം, അതും അല്ലെങ്കിൽ ആ ബോർഡ് എടുത്ത് മാറ്റണം. ഞാൻ രാവിലെ പീസുമായിട്ട് ഇറങ്ങുന്നതാണ് ഇങ്ങോട്ട്. പിന്നെ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് വഴി തെറ്റി നേരെ ആ ഷാപ്പിൽ ചെന്ന് കയറും. പിന്നെ ഇവിടെ ചെന്നല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഉള്ള പൈസ അവിടെ കൊടുത്ത് ഇച്ചിരി കള്ളും കുടിച്ചോ ഇച്ചിരി കപ്പയും തിന്ന് ഇച്ചിരി ഇറച്ചി തിന്ന് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരും. അത് എന്റെ കുഴപ്പമാണോ? അത് ഉള്ള കുഴപ്പമാണോ? ആണോ? ഒരു കാര്യം ചെയ്താറേ, ഇന്ന് ഷാപ്പിൽ കയറിയിട്ടല്ലോ വന്നേ. ഫീസ് അങ്ങ് ആ ചോദിച്ചാൽ ഫീസിങ് എന്നേര് ഇന്ന് ഷാപ്പിൽ കയറിയില്ലല്ലോ. അവിടെയാ നിങ്ങൾ തോറ്റു പോയത്. ഞാൻ രാവിലെ കയറി 2 അടിച്ചിട്ട് വന്നു ഉള്ള പൈസ കൊടുത്തിട്ട്. നീ കട പഠിക്കാൻ വേണ്ടി കയറി വന്നു, അന്നേരം എങ്ങനെ പറ്റുന്നത്? ഇനിയിപ്പോ ജോസ് ഒരു കാര്യം ചോദിച്ചു 250 രൂപ ഇതാ, എന്നിട്ട് ഞാൻ നമുക്ക് നാളത്തെ കള്ളിന്റെ പറ്റില്ല. ജോസോ? ഇത് ഷാപ്പിലെ മാനേജല്ലേ? ഇവിടുത്തെ പ്രിൻസിപ്പാളാണത്. കിടക്കുന്നു വീണ്ടും തെറ്റി. അതെ ആ മകനെ ഇങ്ങനെ വിളിക്കും. സുരേഷിനെ ഇങ്ങോട്ട് കയറ്റി വിട്ടേ. ഇങ്ങോട്ടാ ഇവിടെ പിന്നെ സാറേ നോക്ക് ആരാണ്. അയ്യോ ചാച്ചായി എന്നെ ഇവിടെ. പക്ഷെ എന്റെ പൊന്നു മക്കളെ, ഞാൻ ഇവിടുന്ന് ഷാപ്പിലോട്ട് വന്നു, എന്റെ ഇത് അറിയാൻ മേലാതെ ഈ കോളേജിലോട്ട് വന്ന് കയറിപ്പോയി പെട്ടുപോയി. ചാച്ചായി എന്തോ ചാച്ചയോട് പറഞ്ഞിട്ട് ഞാൻ കള്ളു കുടിച്ചു വന്ന എന്റെ കലാലയത്തിൽ വന്ന എന്നെ നാട്ടിക്കരുന്നു. അയ്യോ ഗുണാലയം. ഇതാണോ എവിടെയൊക്കെ പഠിക്കുന്നുണ്ട് സംസാരമാണ് സംസാരിക്കുന്നത്. നിങ്ങളെ മകനെ കുറിച്ച് കുറച്ച് പരാതികളുണ്ട്. ഇവന്റെ മെയിൻ പരാതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവന്റെ കൂടെ പഠിക്കുന്ന ഇവനെ പഠിപ്പിക്കുന്ന സന്ധ്യ ടീച്ചറെ എടി പൊടിയെന്നാ ഇവൻ വിളിക്കുന്നത്. അയ്യോ അത് ചാച്ച എന്നാന്നറിയോ? സ്വഭാവമാണ് ഇത്. ഈ സന്ധ്യ ടീച്ചർ ആരാന്നറിയോ? നമ്മുടെ തെക്കലെ വർഗി ചാച്ചന് പെണ്ണാന്ന് സന്ധ്യ. ഞാൻ അവളെ അങ്ങനെ പിന്നെ അങ്ങനെ വിളിക്കുന്നത് ചാച്ച. എന്റെ പൊന്നു കുഞ്ഞു, ഇതൊക്കെ ഒരു തെറ്റാണോ? ഇവൻ 10 പഠിക്കുമ്പോ അവൻ 7 പഠിക്കുവാണെന്ന്. അപ്പൊ അവന് തമ്മിൽ എടാപോടാ ബന്ധുവാ. ഇവനെക്കാട്ടി മൂത്തതാ ടീച്ചർ. അതേന്ന് അവള് പഠിച്ച് ടീച്ചറായി. എന്റെ കുഞ്ഞി ചെളിക്കുട്ടി കിടന്ന് നരകിക്ക് വളർന്നോ. ചാച്ചാടി സങ്കടം കാണുമ്പോൾ മേടിച്ച് 2 മേടിച്ച് അടിക്കാൻ തോന്നുന്നു. ഇവൻ ചെളിക്കുട്ടി കിടക്കേണ്ട കാര്യം എന്താ? ഒരു വക പഠിക്കത്തില്ല. ഇവന്റെ പ്രോഗ്രസ് കാർഡ് കണ്ടിട്ടുണ്ടോ? പക്ഷെ എന്റെ പൊന്നു കുഞ്ഞ, ഞാൻ എന്റെ പെണ്ണുപിള്ളയുടെ പേരിലോട്ട് റേഷൻ കാർഡ് മാറ്റിയ പിന്നെ അതുപോലും കണ്ടിട്ടില്ല. ഇടക്കൊന്ന് കാണണം. ഇവന്റെ പ്രോഗ്രസ് കാർഡിലേ ഇവന്റെ പ്രോഗ്രസ് കാർഡ് എടുത്ത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊബൈൽ നമ്പർ ഓർമ്മ വരുന്നത്. അതുപോലെ മാർക്ക് മേടിച്ചേക്കുന്നത് 98475000 അങ്ങനെയൊക്കെ മാർക്ക് മേടിച്ചേക്കുന്നത്. ഞാൻ ഇതിനോട് ചാച്ചായി പഠിപ്പിക്കാൻ പറ്റുന്ന കുഞ്ഞെ. ചാച്ചായി ഫാൻസി നമ്പർ എന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. തന്റെ മകന്റെ പ്രോഗ്രസ് കാർഡ് താൻ കണ്ടോ? മാഷ് പറഞ്ഞ പോലെ താൻ കണ്ടോന്നതേ.
കണ്ടോ ആ പ്രോഗ്രസ് കാർഡ് എടുത്ത് മുമ്പിലേക്ക് കാണിക്കണം. എന്തിന്റെയാന്നറിയോ? ഏതെങ്കിലും നിർത്താത്ത ട്രെയിനിന്റെ മുമ്പില് ആ ട്രെയിൻ തന്നെ നിൽക്കും. എന്താന്നറിയോ എനിക്ക് മൊത്തം ചോപ്പ് ലൈനാ. എന്തിനാടോ അതൊക്കെ? ജോസെ ഞാനൊരു കാര്യം പറയാം. നിങ്ങൾക്ക് എന്നോട് എന്നെ വേണമെങ്കിലും പറയാം. ഷാപ്പി കറി വെക്കുന്ന ഈ തങ്കമ്മയെ കൊണ്ട് എന്നെ വെറുതെ ചീത്ത വിളിപ്പിക്കും. ഞാൻ പറയാം. ചാച്ചാ തങ്കമ്മയല്ല, പിന്നെ ഞങ്ങളുടെ മിസ്. ഒട്ടും മിസ്സായില്ലോടാ അത്. തങ്കമ്മ ശാന്തമ്മന്നൊക്കെ വിളിക്കണത് ഞാൻ ആരാന്ന് വിളിച്ചിട്ടാണോ താനെ? ദേ വല്ലാണ്ട് എടുത്താലല്ലോ പല്ലി ഞാൻ തനിക്കെന്നാ അറിയില്ല എനിക്ക്. ആ സാറേ ഞാൻ പോവാണ്. എവിടെ പോണു? ക്ലാസ് എടുക്കാൻ പോവാണ്. സ്വഭാവമായത് എന്നാ ഇതിലും ഭേദം ഷാപ്പിലെ തങ്കമ്മ തന്നെയാ. മാലാകെ പോലെയാ. ആ പുള്ളിക്കാരത്തെ അങ്ങനെയൊക്കെ പറഞ്ഞോണ്ടല്ലോ സാറേ. ഈ പുള്ളിക്കാരനോട് സാധാരണ ഭാഷയെ സംസാരിച്ച ഉപമ ചേർത്ത് സംസാരിച്ചാലേ റെഡിയാകും. അതെ, അതെ, അതെ. ഞാനൊരു ഉപമയിലൂടെ റെഡിയാക്കി തരാം. അച്ഛനും മകനും തമ്മിലുള്ള ബന്ധം ഞാൻ ഉപമയിലൂടെ പറഞ്ഞു തരാം. എബ്രഹാം ലിങ്കനെ അറിയാവോ? പിന്നെ അറിയാം. എങ്ങനെ അറിയാം? ഞങ്ങൾ ഇന്നലെ കൂടെ ഷാപ്പിൽ ഇരുന്ന് 2 കുപ്പി അടിച്ചേ. ഏത് ലിങ്കന്റെ കാര്യ പറഞ്ഞേ? ആ കുന്നേലെ എബ്രഹാം ലിങ്കൻ അല്ലേ? അയ്യോ അതല്ല, അമേരിക്കൻ പ്രസിഡന്റ് എബ്രഹാം ലിങ്കൻ ഉണ്ട്. പക്ഷെ എന്റെ പൊന്നു കുഞ്ഞ ഞാൻ അവരുമായിട്ട് ഒരു കണക്ഷൻ. എന്നാ ഞാൻ പറഞ്ഞുതരാം. അദ്ദേഹം ലാളിച്ച് വളർത്തി വെള്ളമൊക്കെ ഒഴിച്ചും ഒരു മരം അങ്ങ് വളർത്തിയായിരുന്നു. അവൾക്ക് വളരെ സ്നേഹമായിരുന്നു പുള്ളിക്ക് ആ മരത്തോട്. ഒരു ദിവസം ഈ പുള്ളിയുടെ ചെറുക്കൻ ഇങ്ങോട്ട് വന്നിട്ട് പുള്ളിയുടെ മുന്നിൽ വെച്ച് തന്നെ കോടാലിക്ക് ആ മരം വെട്ടി അങ്ങ് മറിച്ചു. ചിന്ന കൊച്ചവൻ. എന്നിട്ടും ആ പിതാവ് ആ ചെറുക്കനോട് ഒരക്ഷരം മിണ്ടിയില്ല. ഇതിൽ നിന്ന് ഇയാൾക്ക് എന്തോ മനസ്സിലായി പറ. എന്റെ പൊന്നു കുഞ്ഞെ, അവന്റെ കയ്യിലിരിക്കുന്ന എന്നെ കോടാലിയല്ലേ? അവനോട് വല്ലതും ചോദിച്ചാൽ അത് വെച്ച് വിളക്കത്തില്ല. പിന്നെ വല്ലതും ചോദിക്കൂ. അത് നിങ്ങൾ ഈ വെള്ളമടി നിർത്തണമെന്നുണ്ടെങ്കിൽ യോഗ ചെയ്താൽ മതി. യോഗ. ഞാനിപ്പോ യോഗയൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്ക് എന്നെ മാറ്റം വന്നറിയോ? കണ്ടോ? അതെ, ഇപ്പൊ ചാച്ചൻ ശീർഷാസനത്തിൽ നിന്നല്ലേ അടിക്കുന്നത്. നല്ല മാറ്റം. നിന്നോട് എനിക്കൊരു കാര്യം ചോദിക്കാം. എനിക്ക് നെപ്പോളിയൻ അറിയോ? നെപ്പോളിയനെ പിന്നെ അറിയാമോന്നോ? ചാച്ചൻ സ്ഥിരം അടിക്കുന്ന ബ്രാൻഡിലെ നെപ്പോളിയൻ. എടാ അതല്ലെന്ന് മറ്റേ നെപ്പോളിയൻ. ഏത് നെപ്പോളിയൻ? ഓ, മറ്റേ ദേവാസുരത്തിലെ നെപ്പോളിയൻ. അറിയാം. കൊല്ലി ഞാൻ. എടാ ജോണോ പാട്ട്. ഇയാളെന്താ ഓണപ്പാട്ട് പാടിയത്? എന്റെ പൊന്നു കുഞ്ഞെ, നിനക്കറിയത്തില്ല പുള്ളി കൂടി പാട്ട്? ഏത്? ഓണപ്പൂവേ പൂവേ. പിന്നെ അതൊക്കെ മുത്തേ. വേണമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എടോ ഈ രാജ്യത്തെ അല്ല, ഈ ദേശത്തെ അല്ല, ഈ ലോകത്തെ തന്നെ ഏറ്റവും പഴയ തന്റെ മോന. സാറേ പാപ്പച്ച ഇവനെക്കാട്ടി പഴയായിട്ട് ഒരു ചെറുക്കനും ഇല്ല. അതുകൊണ്ടാണ് ഇവൻ ജയിക്കാതിരിക്കുന്നത്. എന്റെ കുഞ്ഞിനെ കുറിച്ച് നിങ്ങൾ വെറുതെ അനാവശ്യം പറയരുത്. അല്ല ഇയാളെന്ന് പറയാം, ഇവനെക്കാട്ടി പഴയായിട്ടാണെങ്കിൽ ഏത് ചെറുക്കനാ ഇവിടെ ഉള്ളത്? പുതുതലമുറ നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇവനെപ്പോലെ എന്റെ കുഞ്ഞ് അതൊക്കെ വെച്ച് നോക്കാൻ തങ്കക്കടവാ. എടോ ഇവനെക്കാട്ടി മോശമായിട്ട് ഏത് ചെറുക്കനാ ഉള്ളതെന്ന് പറഞ്ഞതാ. നിങ്ങൾ എല്ലാവരും അറിയണം, ഈ കഴിഞ്ഞ ദിവസം ഞാൻ പള്ളിയിൽ പോയെന്ന് പ്രാർത്ഥിച്ച് ഒന്ന് റെഡിയാകാലൊന്നും പുറത്ത് ഞാൻ പള്ളിയിലേക്ക് ചെന്ന് കയറുമ്പോ പള്ളിക്കകത്ത് കത്തിക്കൊണ്ട് നിൽക്കുന്ന മെഴുകുതിയിൽ നിന്ന് ഒരു കുഞ്ഞിക്കാ ചെറുക്കൻ നിന്ന് സിഗരറ്റ് കത്തിക്കുന്നു. പള്ളിക്കകത്തോ? എന്നിട്ട് അവനിട്ട് 2 അടി അങ്ങോട്ട് വെച്ച് കൊടുക്കത്തില്ല? കൊടുത്തോന്ന്. എന്റെ ശരീരം മൊത്തം ഇങ്ങോട്ട് വിറഞ്ഞ് കേറിയിട്ട് ഞാൻ അവന്റെ അടുത്തോട്ട് ചെന്നിട്ട് ഒരെണ്ണം കൊടുക്കാന്ന് പറഞ്ഞ് കാലിങ്ങോട്ട് പൊക്കി ആണ്ട്രാ കിടക്കുന്നു. എന്റെ എളിയിൽ നിന്ന് പൈൻറ്റ് കുപ്പി എല്ലാം കൂടെ താഴോട്ട്. പിന്നെ ഞാൻ ഇതെല്ലാം കൂടെ വാരിക്കുറ്റി അവന്റെ കയ്യിൽ നിന്ന് അടി കൊള്ളാതെ എങ്ങനെ ഇറങ്ങി പോയത്. ഒരു കാര്യം ചെയ്യ സാറേ, ഇത് ഭയങ്കര വെള്ളമാണ്. ഇവരോട് ഇപ്പം പറഞ്ഞിട്ട് കാര്യം. നാളെ രാവിലെ ഇങ്ങോട്ട് വരണം. ചെറുക്കന്റെ കുറച്ച് കാര്യങ്ങൾ പറയാൻ മറന്നുപോയി. ശരി, എന്നാ ഞാൻ വിട്ടോട്ടെ. ചാച്ച എങ്ങോട്ടാ? ഷാപ്പിലോട്ട്. ശരി, എന്നാ പൊക്കോണം. രാവിലെ ഫീസും കൊണ്ടെങ്കിൽ വരണേ. ആയിക്കോട്ടെ. എന്നാ ശരി. എന്നാ ശരി, ചാച്ചായി അങ്ങോട്ട്. ആയിക്കോട്ടെ. സാറേ ഒരു സന്തോഷ വാർത്തയുണ്ട്. ഒരു സന്തോഷ വാർത്ത. നമ്മുടെ കോളേജിന്റെ റിസൾട്ട് വന്നു. പഴയതുപോലെ എല്ലാം തോറ്റു കാണും. ജയിച്ചെന്ന്. മൊത്തം പേരോ? അല്ല, ഒരാള് ജയിച്ചു. നീയാണ് മിടുക്കൻ. ഞാൻ പറഞ്ഞില്ലേ, എന്റെ രാഷ്ട്രീയപരമായ കൈകടത്തിലൂടെ ഞാൻ അങ്ങ് ജയിപ്പിച്ചു. ആരാന്നറിയാമോ? ആരാ ഈ ജയിച്ചത്? കോളേജിൽ എത്ര പെൺകുട്ടികളുണ്ട്? നിനക്കറിയാലോ, ഒരേ ഒരു പെൺകുട്ടി മാത്രമേ ഉള്ളൂ, നമ്മുടെ സിസിലി. അവളെ ഞാൻ അങ്ങ് ജയിപ്പിച്ചു. എടാ മഹാഭാവി, ആ പെങ്കൊച്ച് ആ സിസിലി ഇവിടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് ദിവ്യനെ പോലുള്ളവന്മാര് ഈ കോളേജിലേക്ക് പഠിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരുന്നത്. അവൾ ഇവിടുന്ന് ജയിച്ചു പോയി കഴിഞ്ഞാൽ ഒറ്റ ഈ കോളേജിന്റെ പടി പോലും ചവിട്ടൂല. നീ എന്ത് പണിയാണ് കാണിച്ചത്? ഞാൻ എന്റെ നാരായൺ കോളേജിന് ഇപ്പൊ കൂട്ടേണ്ടി വരുമല്ലോ. ദൈവം, ആ കാര്യത്തിൽ ഇനി വിഷമിക്കണ്ട. ഞാനൊരു വലിയൊരു ഐഡിയ പറയാം. നിങ്ങളുടെ ഈ കോളേജിന്റെ പേരെന്നാ? നാരായം. നാരായം. ഈ നാരായം മാറ്റിയിട്ട് ചാരായം പാരൽ കോളേജിൽ നാക്കുവാണെങ്കിൽ എന്റെ ഫീസൊന്നും വെളിയിലും പോകത്തില്ല. എന്റെ റെക്കമെൻഡിൽ ഒരു 5-8 പേര് ഇവിടെ വരികയും ചെയ്യും. അതല്ലേ നല്ലത്. ഐഡിയ? പഠിക്കാനാണോ? പഠിക്കാനല്ല, 2 അടിക്കാൻ.